ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ബൈബിളിൽ അധ്യായമായി നിങ്ങളുമായി സംസാരിക്കാനാണ്, കുറച്ച് ചിന്തിക്കാനാണ്. അപ്പോൾ നമുക്കതിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. അതിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. ആരും താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നും അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷമത്രേ എന്നാണ്. നമ്മൾ ഈ ലോകത്തിൽ എന്താണ് അനേകം സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ ദൈവത്തിന് കൃപയാൽ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. നല്ലത് എല്ലാം നല്ലതിന് തിന്നുക നമ്മൾ ബൈബിളിൽ പറഞ്ഞാൽ തിന്നുക കുടിക്കുക, നാളെ എന്തെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ഇന്ന് ലോകത്തിൽ നയിക്കുന്നത്. ഇന്നെല്ലാം സമൃദ്ധി, എല്ലാം നല്ല കാലം, എല്ലാവർക്കും ഒന്നിനും കുറവില്ല. എല്ലാം പഠിപ്പും വിവരം എല്ലാം വേണം, ജ്ഞാനങ്ങളും എല്ലാം വേണം, പഠിപ്പും കാര്യങ്ങളും, വലിയ വീടുകൾ, കാറുകൾ, എല്ലാം ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാ ദൈവം കൃപ എന്നാണ്. പക്ഷേ നമ്മൾ പറയുന്നത് പലരും ഇനി എന്തെന്നുള്ള ഈ മരണശേഷം എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ നമുക്കറിയില്ല, ലോകത്തിൽ മനുഷ്യർക്ക് മാത്രം ആത്മാവുള്ളൂ, മൃഗങ്ങൾക്ക് ഒന്നിനും ആത്മാവൊന്നുമില്ല. നിത്യജീവൻ, അതായത് വീണ്ടും ജീവൻ ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു, വേഗം വീണ്ടും വരുന്നു. രണ്ടാമത് വരുമ്പോൾ അവൻ വിശ്വസിക്കുന്നവർ മാത്രം ഉയർത്തപ്പെടും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ലോകത്തിൽ എന്ത് സമ്പാദിച്ചു, കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്ത് സമ്പാദിച്ചു എന്നൊന്നുമല്ല, ഒരു കാര്യമൊന്നുമില്ല. എന്തു പഠിച്ചു, നീ എത്ര ഞാൻ ശലോമോൻ വരെ പറഞ്ഞു പോയില്ലേ, ഞാൻ ശലോമോൻ മായ കണ്ടതെല്ലാം മായ. നമ്മൾ അഹങ്കരിച്ചിട്ടൊന്നും എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, അവൻ ഇത്ര ഉള്ളോ, ഞാൻ പൈസക്കാരാണ്, പാവം, ഇതിലൊന്നും കാര്യമില്ല. പറയുന്നത് നമ്മൾ ബൈബിളിലെല്ലാം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഓരോ കഥകൾ പറയുന്നുണ്ടല്ലോ. ഒരു കോടീശ്വരനോ ഒരു ദരിദ്രനും സന്നിധിയിലെടുത്തു. കഥ പറഞ്ഞ ആ കോടീശ്വരനോ നരകത്തിൽ പോയി. അതായത് അവിടെ കോടീശ്വര സാമ്പത്തിക ലോകത്തിൻ്റെ പരമായ ഒന്നുമില്ല അവിടെ. അതായത് നീ എത്ര കോടീശ്വരൻ, ലോകത്തിൽ നീ എന്താ എന്നതല്ല, നിൻ്റെ ഉള്ളിൽ ആത്മീയമായി നീ എന്താണ് സമ്പാദിച്ചതെന്നാണ് പ്രസക്തി ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ലോകം കാണുന്നത് അന്ന് നോഹയുടെ കാലം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നോഹയുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണുങ്ങളുമായിട്ടുള്ള പ്രകൃതി വിരുദ്ധമായ അങ്ങനെ പല കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, കൂടുന്നു, വാർത്തകൾ പലതും കൂടുന്നു. എല്ലാ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രസവവേദനയാണ്, നോവുകളാണ് തുടങ്ങിയിരിക്കുന്നത്. പലരും ദേവദാസന്മാർ പറഞ്ഞു തുടങ്ങി. നമ്മൾ വചനങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. പ്രിയരെ, നമ്മൾ ഒരുങ്ങുക. നമ്മൾ ഈ ശരീരം വിട്ട് നമ്മളൊരു ആത്മാവുണ്ട്. നമ്മുടെ ആത്മാവാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ എങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്കറിയാം. നമ്മുടെ ആത്മാവാണ്. ഈ ശരീരം ഇതെല്ലാം കൂടെ വിട്ടിട്ട് പോകേണ്ടി വരും. കാരണം ഇതെല്ലാം ഭൂമിയുടെയാണ്. നമ്മുടെ ആത്മാവ് മാത്രം സ്വർഗത്തിൽ. ഞാൻ അവന്മേൽ ശ്വാസം ഊതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശ്വാസം എവിടെ പോകണം? സ്വർഗത്തിലേക്ക്. ദൈവത്തിൻ്റെ കൃപയാൽ ആത്മാവ് തിരിച്ചും മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് തന്നെ പോകണം. അവരെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അതാണ്. നമുക്ക് സമൃദ്ധിയുടെ രാജ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, നിത്യജീവൻ. അവിടെ സമയമൊന്നുമില്ല, അവിടെ വയസ്സിലൊന്നും അതിന് കാര്യമുണ്ട് അറിയെങ്കിലും ഒന്നുമില്ല. അവിടെ നമ്മൾ ഭൂമിയിൽ കാണുന്നൊന്നുമല്ല, അവിടെ വേറെ ഇതാണ്. സമയം ഒന്നും നമുക്കറിയില്ല. എല്ലാം ദൈവത്തിനൊക്കെ നമുക്ക് മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ദൈവത്വം നടത്തി. ഇപ്പം ഞാൻ പറയുന്നത്, മാക്സിമം വചനം കേൾക്കുക. ലോകത്തിൽ സമ്പാദിക്കുന്ന എല്ലാം വ്യർത്ഥമാത്രേ. ഈ നാളത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. അതാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, വചനം കേൾക്കുക, നല്ല വചനം കേൾക്കുക. പ്രിയരെ, പാപത്തിന്മേൽ ജയം നേടുക, പാപം ഉപേക്ഷിക്കുക, ദിവസവും ഒരുമിച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുക, കുടുംബ പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞ ലോകത്തിലുള്ളത് നേടിയത് ഒക്കെ ഇതിന് കൃപയാൽ എല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇതെല്ലാം ഇവിടെ അവസാനിക്കും. ആരുടെ മണ്ണിൻ്റെ
മണ്ണ് കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആറ് മണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആ കൊണ്ടുപോകുന്ന ആത്മാവിൽ നല്ലത് നേടിയാൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളുമായി ചിന്ത വിഷയം സംസാരിക്കാൻ ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ കൃപയാൽ പുതിയ വചനത്തിൻ്റെ മർമ്മം മനസ്സിലാവുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കൃപ തരുവാണെങ്കിൽ പറയുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം.